നാഗ്പൂർ കലാപത്തിൻ്റെ ആണെങ്കിൽ നാഗ്പൂർ കലാപത്തിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ കലാപങ്ങളുടെ അറിയണമെങ്കിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണൽ അവസ്ഥയോ സാമൂഹ്യ അവസ്ഥയൊക്കെ പഠിച്ചാൽ മതിയാവും, ചരിത്രം ഒക്കെ മതിയാവും. പക്ഷേ നാഗ്പൂർ കലാപത്തിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഭൂമിശാസ്ത്രം കൂടെ പഠിക്കേണ്ടി വരും കേട്ടോ. കാരണം ഇവർ പറയുന്ന സംഭാജി നഗറിൽ ഔറംഗസീബിൻ്റെ കുടീരമുണ്ട്, അത് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ പൊളിക്കണം, അല്ല നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ കർസേവ നടത്തുമെന്നാണ് ഇന്ന് പരിഷത്ത് പറഞ്ഞത്. എന്നിട്ട് കലാപം നടന്നത് നാഗ്പൂരിലാണ്. 400 ചില കിലോമീറ്ററിൻ്റെ വ്യത്യാസം കിടക്കുന്നുണ്ട്. പിന്നെ ഈ സംഭാജി നഗറിലേക്ക് തന്നെ, സംഭാജി നഗറിലേക്ക് പഴയ ഔറംഗാബാദ് ഇപ്പോൾ സംഭാജി നഗറും പിന്നെ നാഗ്പൂരും തമ്മിൽ തന്നെ 450 കിലോമീറ്ററുടെ ദൂരം കിടക്കുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് സംഭാജി നഗറിലുമല്ല ഔറംഗസീബിൻ്റെ കുടീരം ഉള്ളത്. ഔറംഗസീബിൻ്റെ കുടീരം ഉള്ളത് സംഭാജി നഗറിലല്ല, കുടീരം ഔറംഗസീബിൻ്റെതും അല്ല. അതാണ് തമാശ. ഔറംഗസീബിൻ്റെത് അവിടുന്ന് സംഭാജി നഗറിൽ നിന്ന് പിന്നെയും ഒരു 40 കിലോമീറ്റർ കൂടെ പോയിട്ട് പിന്നെ കുൽദാബാദിലാണുള്ളത്. കുൽദാബാദിൽ ആ മനുഷ്യൻ്റെ പിന്നെ ഇത് കബർ വേറെ കാണാവുന്ന തരത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ മാറ്റി കാണുന്ന തരത്തിൽ, പ്രത്യേകിച്ച് എടുത്ത് കാണുന്ന തരത്തിൽ കബർ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിസാമുദ്ദീൻ ഔലിയയുടെ ഒരു പിന്നെ വളരെ തൊട്ടടുത്ത് നിസാമുദ്ദീൻ ഔലിയ അവിടുത്തെ ഖലീഫ എന്നൊക്കെ പറയാവുന്ന ഒരാളുടെ പിന്നെ പിന്നെ ദിരാറുദ്ദീൻ ഗരീബ് എന്ന് പറയുന്ന ഒരാളുടെ ദർഗയിൽ അതിൻ്റെ അടുത്ത് മൂപ്പരെ മറവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാണ്ട് തന്നെ സാധാരണ കവറായിട്ട് കിടക്കുകയായിരുന്നു. പിന്നീട് അതിൽ ഒരു പിന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ആണ് പിന്നീട് അവിടെ ഒരു ലോർഡ് കേഴ്സൻ്റെ കാലത്താണ് അവിടെ ഒരു പിന്നെ മാർബിൾ പിന്നെ ഫലകമെങ്കിലും സ്ഥാപിക്കുകയും അതിനെ കടന്നു പോകുന്ന സ്ഥലത്തേക്കൊരു പിന്നെ ഗേറ്റിന് ടോമ്പുണ്ടാക്കുക തുടങ്ങിയ സംഗതികളും കൂടെ ചെയ്തത്. അതങ്ങനെ സംഗതി അതല്ല. സംഭവം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് 450 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സംഗതി പൊളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നാഗ്പൂർ തന്നെ കൃത്യമായിട്ട് ആ പിന്നെ ബഹളം ഉണ്ടായ സ്ഥലം മഹൽ എന്ന് പറയുന്ന നാഗ്പൂർ നഗരത്തിൻ്റെ സെൻട്രൽ നാഗ്പൂരായിട്ട് വരുന്ന മഹൽ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ ചരിത്രവും സംഗതികളും ഒന്നും പറയണം. ഇപ്പം ഇന്നലെ ഫഡ്നാവിസും മിനിയാന്ന് പിന്നെ ഗഡ്കരിയും ആവർത്തിച്ച് പറയുന്ന 2 സംഗതികളുണ്ട്. എല്ലാവരും പിന്നെ സമാധാനം പാലിക്കണം. എന്നിട്ട് ഈ നാഗ്പൂർ നഗരത്തിൻ്റെ പിന്നെ നാഗ്പൂർ നഗരത്തിൻ്റെ പാരമ്പര്യവും അതിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ സമാധാനത്തിൻ്റെതാണ്. എല്ലാവരും സമാധാനത്തോടു കൂടി ഒരുമിച്ച് കഴിയുന്നവരതാണ്. അതുകൊണ്ട് സമാധാനം പാലിക്കണമെന്ന് നാഗ്പൂരിൻ്റെ പൈതൃകം എടുത്ത് പറഞ്ഞിട്ടാണ് ഇവർ 2 പേരും പിന്നെ ഗഡ്കരിയും ഫഡ്നാവിസും ഇത് ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ നാഗ്പൂരിൽ അങ്ങനെ പരിപൂർണമായിട്ട് എല്ലാ കാലത്തും സമാധാനത്തിൻ്റെ ഇതൊന്നും ഉണ്ടല്ല. കാൽക്കുലേറ്റഡ് കലാപത്തിൻ്റെ ഒരു നഗരമാണ് നാഗ്പൂർ. 1923 ഒരു ഹിന്ദു മുസ്ലിം റൈറ്റ് നാഗ്പൂരിലുണ്ടായി. 23 ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടായതിൻ്റെ ഫലം അതിൻ്റെ ബാക്കി പിന്നെ കാണുന്നത് 25 നാഗ്പൂരിൽ തന്നെ RSS ഉണ്ടാക്കുന്നതായിട്ടാണ്. 23 ഹിന്ദു മുസ്ലിം റൈറ്റിൻ്റെ ഇതായിട്ടാണ് 25 അവിടുന്ന് നാഗ്പൂരിൽ RSS ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 27 രണ്ടാമത് അതിഭയങ്കരമായ ഒരിക്കൽ കൂടി ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടാക്കി. ആ രണ്ടാമത് 27 നാഗ്പൂർ കലാപത്തോടു കൂടിയാണ് RSS അവിടെ വേര് പിടിപ്പിക്കുന്നതും ഉറപ്പിക്കുന്നതും. അങ്ങനെ RSSന് ആവശ്യം വരുന്ന സമയത്ത് മുഴുവൻ അവരിങ്ങനെ കളിക്കുന്നൊരു പ്രദേശമാണ്. അവരിങ്ങനെ ഉള്ളം കയ്യിലെടുത്ത് കളിക്കുന്ന ഒരു സ്ഥലമാണ് നാഗ്പൂർ. പ്രത്യേകിച്ച് നാഗ്പൂരിലെ മഹൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ പറയുന്ന നാഗ്പൂർ എന്ന് പറയുന്ന നാഗ്പൂരിൻ്റെ സെൻട്രൽ നാഗ്പൂരായിട്ടുള്ള മഹലിലാണ് ഇപ്പോഴും ഈ സാധനം ഉണ്ടായതെന്ന് ആലോചിക്കണം. അതിൻ്റെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഔറംഗസീബിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് യുദ്ധമാണെങ്കിൽ ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മറ്റേ സമാജ്വാദി പാർട്ടിയുടെ MLA ഈ അബു ആസ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി തുടങ്ങിയതൊന്നുമല്ല. ഏതാണ്ട് 2019 മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ അടിക്കടി അവിടെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പേരുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ സാധനങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടുണ്ടാക്കിയെടുത്ത ഈ 2019 മുതലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഈ പിന്നെ പ്രസ്താവനകളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു അന്തരീക്ഷം ഇങ്ങനെ കളിക്കാൻ പാകത്തിനായി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഇപ്പോൾ മിനിയാന്ന് ആദ്യം രാവിലെ തന്നെ ഈ പിന്നെ അതാണ് പറഞ്ഞത്. പിന്നെ ഇത് സംഭാജി നഗറിലോ അല്ലെങ്കിൽ ഇനി എവിടെയാണെങ്കിലും മനസ്സിലാവും. ഇത് നാഗ്പൂരിലാണ് ആദ്യം തന്നെ രാവിലെ ഒരു കൂട്ടർ പ്രകടനം നടത്തുന്നത്. ഈ പിന്നെ ഈ അതിഭയങ്കരമായിട്ട് ഈ ഹിന്ദു ഔട്ട്ഫിറ്റുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഭയങ്കരമായിട്ട് പ്രകടനം നടത്തുന്ന ആക്രമണം നടത്തുന്നു.
സ്വാഭാവികമായിട്ടും ഈ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ രാവിലെ ഒരു കൂട്ടരുടെ ഒരു ഇതുണ്ടെങ്കിൽ വൈകുന്നേരം അതിനൊരു പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധത്തോട് കൂടിയിട്ട് ഇതൊരു കലാപമായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ഒരു കാൽക്കുലേറ്റഡ്, വളരെ കൃത്യമായിട്ട് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ഗുജറാത്തിൻ്റെ ഒരു അന്തരീക്ഷം കാണുന്നുണ്ട്, UPയുടെ അന്തരീക്ഷം കാണുന്നുണ്ട്, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ തരത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നൊരു സാധനം മഹാരാഷ്ട്ര കൂടെ ആ തരത്തിലേക്ക് പോവുകയാണെന്നുള്ളതിനും അതിന് കൃത്യമായിട്ടൊരു ഒരു സംഭവം, ഒരു തുടക്കം ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം ഇതിനെ കാണാം.